നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി വൻ പ്രതിസന്ധി. കേരള കോൺഗ്രസിന്റെ സീറ്റായ ഇടുക്കി തിരിച്ചുപിടിക്കാനുള്ള നീക്കം കോൺഗ്രസ് ഊർജിതമാക്കി. ഇടുക്കിയിൽ ഇക്കുറി കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നും തയ്യാറെടുപ്പുകൾ നടത്താനും ജില്ലാ നേതൃത്വത്തിന് KPCC കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ കേരള കോൺഗ്രസ് ജോസഫ് തീർത്തും പ്രകോപനത്തിലുമാണ്. ഇതിനു പുറമെ കേരള കോൺഗ്രസിന്റെ സീറ്റായ ഏറ്റുമാനൂരും കുട്ടനാടും വിട്ടു നൽകില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് മുന്നണിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാൻ പ്രയാസമാണെന്നാണ് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തദ്ദേശീയമായി സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് വന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് ഗ്രൂപ്പ് വ്യത്യാസമെന്നീ നേതാക്കൾ വാദിക്കുന്നു. ഇടുക്കിയിലെ 4 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് നിലവിലെ നീക്കം. പീരുമേട്ടിൽ ജോസഫ് വാഴയ്ക്കനും റോയ് കെ പൗലൂസും അടക്കം 5 പേരുടെ പട്ടികയാണ് പരിഗണനയിലുള്ളത്. ഉടുമ്പൻചോലയിൽ ഇബ്രാഹിംകുട്ടി കല്ലാറും ദേവികുളത്ത് A രാജാറാമും പട്ടികയിൽ മുൻപന്തിയിലുണ്ട്. കോൺഗ്രസിന്റെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങളിൽ PJ ജോസഫും കൂട്ടരും കടുത്ത അതൃപ്തിയിലാണ്. സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ വഴങ്ങേണ്ടതില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പിലെ പൊതുവികാരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ ജോസഫ് വിഭാഗം പങ്കുചേരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുയർന്നിട്ടുണ്ട്. UDFിലെ ഈ അസ്വാരസ്യങ്ങൾ മുതലെടുക്കാൻ CPM നീക്കം തുടങ്ങിയതായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. ജോസഫിനെ LDFിലേക്ക് അടുപ്പിക്കാനുള്ള അനൗദ്യോഗിക ചർച്ചകൾക്ക് ഇടപ്പള്ളി കേന്ദ്രീകരിച്ച് തുടക്കമിട്ടതായിട്ടാണ് സൂചന. സീറ്റ് തർക്കം രൂക്ഷമായാൽ ഇടുക്കിയിലെയും മധ്യ തിരുവിതാംകൂറിലെയും രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളിലേക്ക് കേരള കോൺഗ്രസ് കടന്നേക്കും. അവസരം മുതലെടുക്കാൻ CPM സജീവ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകളിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന അസാധാരണമായ മൃദു സമീപനവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അമ്പരപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും 27 സീറ്റുകൾ എന്ന പഴയ കണക്കിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ലീഗിന്റെ തീരുമാനം. UDFിന്റെ അടിത്തറ തകർത്ത 5ാം മന്ത്രി വിവാദം പോലെ മറ്റൊരു സാമുദായിക ധ്രുവീകരണത്തിന് വഴിമരുന്നിടേണ്ട എന്ന കൃത്യമായ രാഷ്ട്രീയ ബോധ്യമാണ് ഇതിന് പിന്നിൽ. അധികാരം തിരിച്ചുപിടിക്കാൻ ഇത് വെല്ലുവിളിയാകും. ഈ സാഹചര്യത്തിലാണ് ലീഗ് കരുതലെടുക്കുന്നത്. മുമ്പ് 5ാം മന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ ഭൂരിപക്ഷ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ കാരണമായെന്നും ഇത് LDFിന് ഭരണ തുടർച്ച നൽകിയെന്നുമാണ് ലീഗിന്റെ വിലയിരുത്തൽ. ഇക്കുറിയും ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിച്ചാൽ അത് മുസ്ലിം പ്രീണനമായി ചിത്രീകരിച്ച് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താൻ CPMും BJPയും ശ്രമിക്കുന്നുണ്ട്. ഈ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ കോൺഗ്രസിന് സമ്മർദ്ദമുണ്ടാക്കാതെ ലീഗ് വഴങ്ങുകയാണ്. സീറ്റുകളുടെ എണ്ണത്തിൽ ഏകദേശ ധാരണയായെങ്കിലും സീറ്റ് വെച്ചുമാറലിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. വിജയസാധ്യത കുറഞ്ഞ കോങ്ങാട് പുനലൂർ സീറ്റുകൾ വിട്ടു നൽകാൻ ലീഗ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പകരം ഏത് സീറ്റ് ലഭിക്കുമെന്നത് പ്രധാനമാണ്. കളമശ്ശേരി ലീഗിൽ നിന്ന് ഏറ്റെടുത്ത മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശത്തിൽ ലീഗിന്റെ തീരുമാനം നിർണായകമാണ്. കേരള കോൺഗ്രസുമായി ഇന്ന് നടക്കുന്ന ചർച്ച കൂടി കഴിയുന്നതോടെ UDF സീറ്റ് വിഭജനത്തിലെ അന്തിമ ചിത്രം വ്യക്തമാകും. ഒരു ഘടകകക്ഷിക്കും കൂടുതൽ സീറ്റ് അനുവദിക്കില്ല എന്നാണ് വിവരം. അതേസമയം പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായതോടെ പാലക്കാട് കോൺഗ്രസിന് വെറും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക മാത്രമല്ല ലക്ഷ്യം. തകർന്നടിഞ്ഞ വിശ്വാസ്യത തിരിച്ചുപിടിക്കുക എന്ന വലിയ വെല്ലുവിളി കൂടിയുണ്ട്. K മുരളീധരൻ എന്ന ക്രൈസിസ് മാനേജർ പാലക്കാട്ടേക്ക് എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ എക്കാലവും രക്ഷകനായി എത്തുന്ന മുരളീധരന്റെ പേര് തന്നെയാണ് പട്ടികയിൽ ഒന്നാമത്. പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട്. എന്നാൽ 3ാം കേസിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യവും ശക്തമാണ്.